തുടിക്കാട്ടുകുന്നിലെ ഉപയോഗശൂന്യമായ ക്വാറി 30-ലധികം കുടുംബങ്ങളെയാണ് ആശങ്കയിലാഴ്ത്തുന്നത്. ഏത് നിമിഷവും അപകടം സംഭവിക്കാം. വെള്ളം നിറഞ്ഞ അവസ്ഥയിലാണ്. ഈ ശക്തമായ മഴയിൽ മണ്ണോ കല്ലോ ഇടിഞ്ഞ് ഈ ക്വാറിക്കുള്ളിലേക്ക് വീണാൽ വലിയ അപകടമായിരിക്കും അത് സൃഷ്ടിക്കുക. ആ ആശങ്കയാണ് ആളുകൾക്കുള്ളത്. ഭീതിയിൽ തന്നെയാണ് മഴക്കാലമായാലും രാത്രി കിടന്നുറങ്ങാറ്. എന്ത് സംഭവിക്കുന്ന ആർക്കും അറിയില്ല. ഒരു ഓട്ടോറിക്ഷക്കാരൻ തലനാരൊക്കെ രക്ഷപ്പെട്ടതെന്ന് തന്നെ പറയാം. അയാൾ മുന്നിൽ ഇങ്ങനെ ഇത്രയും അടുത്താണ് മണ്ണിടിഞ്ഞ് വീഴുന്നത്. അത് ഇടിയാനുള്ള കാരണം തന്നെ ഈ കോറയാണ്. കോറയെന്നില്ല വെള്ളമാണ് കുറവായിട്ട് പോകുന്നു. പിന്നെ അധികാരികൾക്ക് നമ്മൾ നിരന്തരമായിട്ട് പരാതി കൊടുക്കുന്നുണ്ട്. ഈ സമയം വരെയായിട്ട് അവരിവിടെ വന്നിട്ടില്ല. ജനങ്ങൾ അത്രയും ആശങ്കയിലാണ് കഴിഞ്ഞു കൂടുന്നത്. 10 ഏക്കറത്തിലെങ്കിലും ഇതിൽ വെള്ളം ഇപ്പം നിലവിൽ കെട്ടിക്കിടക്കുന്നുണ്ട്. ഈ കുറേ ഉപയോഗശൂന്യമായിട്ട് ഏകദേശം ഒരു 25 വർഷമായിട്ടുണ്ടാവും. ഇത് ഇത്രയും നല്ല വെള്ളം ഇന്നലെ ഇതിലും കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കുറവാണ്. ഇന്ന് മഴ കുറഞ്ഞുകൊണ്ട് കുറവാണ്. നമ്മളിന്ന് എല്ലാ വർഷവും വന്നിട്ട് കൊത്തി ഒഴിവാക്കലാണ്, ആണിക്കീറി കൊടുക്കലാണ്. അത് റോഡിലേക്ക് തന്നെയാണ് പോകുന്നത്. ഈ ക്വാറിയോട് ചേർന്നാണ് നിരവധി വീടുകളുള്ളത്. ആ വീടുകളിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക നിലനിൽക്കുന്നു എന്നതാണ്. അതുകൊണ്ട് ഈ പരാതികൾ പലതവണ നൽകിയിട്ടും കൃത്യമായ ഇടപെടലൊന്നും ഉണ്ടാകുന്നില്ല എന്നുകൂടി നാട്ടുകാർ പറയുന്നുണ്ട്. പ്രളയ സമയത്തെല്ലാം എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ ഭീതി തന്നെയാണ് നമ്മൾ നിന്നത്. അന്ന് റോഡിലൂടെ വെള്ളം കുത്തിയൊലിച്ചൊഴുകി നമ്മൾ കുറച്ച് ആൾക്കാർ വന്നിട്ട് റോഡിലൂടെ വെള്ളം ചാല് കീറി ഒഴിവാക്കുകയും ചെയ്തിട്ടുള്ളത്. അന്നൊക്കെ നമ്മൾ ശരിക്ക് വളരെ ഭീതിയോടുകൂടിയാണ് ഇവിടെയുള്ള